ഹലോ മൈ ഫ്രണ്ട്സ്, ലെസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നോ, ഗ്രാമ്പു. ഞാൻ ഗ്രാമ്പൂവിനെ കുറിച്ച് 2 വീഡിയോ മുന്നിട്ടിട്ടുണ്ട്. ഗ്രാമ്പൂവിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കും തോറും കൂടുതൽ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്ക് അതൊന്ന് ഷെയർ ചെയ്യാൻ വന്നതാണ്. ഈ ഗ്രാമ്പു ഉണ്ടല്ലോ, എല്ലാ ദിവസവും നമ്മൾ 1-2 വീതം ചവച്ച് അതിൻ്റെ നീരിറക്കിയാൽ ഒത്തിരി 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 ഗുണങ്ങളുണ്ട്. അതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണേ. മെയിനായിട്ട് ഇതിൽ ഒത്തിരി വൈറ്റമിൻസും മിനറൽസും എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇത് എടുത്തു പറയാനുള്ളത് യൂറ്റനോൾ എന്നും പറഞ്ഞൊരു പ്രോപ്പർട്ടി ഇതിലുണ്ട്. മാത്രമല്ല കാൽസ്യം ഉണ്ട്, അതുപോലെ പൊട്ടാസ്യം ഉണ്ട്, സോഡിയം ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പിന്നെ വൈറ്റമിൻ കെ ഉണ്ട്, മാഗ്നീഷ്യം ഉണ്ട്, മാഗ്നീസ് ഉണ്ട്. ഇതിലെല്ലാത്തിലുപരി ബീറ്റാ കരോട്ടിൻ കൺവേർട്ട് ചെയ്ത് വൈറ്റമിൻ എ ആവുന്നുണ്ട്, വൈറ്റമിൻ കെ ഉണ്ട്. അങ്ങനെ ഒത്തിരി വൈറ്റമിൻസും മിനറൽസും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല ആൻറ്റി ഓക്സിഡൻസ് ധാരാളം ഉണ്ട്. പിന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, ആൻറ്റി വൈറലാണ്, ആൻറ്റി ഫംഗലാണ്, അങ്ങനെ തുടങ്ങി ഒത്തിരി ഒത്തിരി ഗുണങ്ങൾ ഈ ഗ്രാമ്പൂവിനുണ്ട്. ഇപ്പം നമ്മളിത് ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറികൾക്ക് ഇടാനും അങ്ങനെ ഒരു സുഗന്ധവ്യഞ്ജനമായിട്ടാണല്ലോ ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് കേട്ടോ, ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് എല്ലാ ദിവസവും ചെയ്യാവുന്ന ഒന്നാണ് 2 ഗ്രാമ്പു അല്ലെങ്കിൽ 1 ഗ്രാമ്പു നമ്മൾ ചുമ്മാ ചവച്ച് ഇറക്കുക, അതിൻ്റെ നീരിറക്കുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചവച്ചിറക്കുമ്പോൾ കിട്ടുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ വൈറ്റമിൻസും മിനറൽസും എല്ലാം കേട്ടോ, അതെല്ലാം നമ്മുടെ ശരീരത്തിൽ, മാത്രമല്ല ആൻറ്റി ഓക്സിഡൻസും യൂജനോൾ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടീസ് എല്ലാം നമുക്ക് ശരീരത്തിന് ആവശ്യമായ, ആരോഗ്യത്തിന് ആവശ്യമായ ഘടകങ്ങളാണ്. ഇതെല്ലാം നമുക്ക് ഇങ്ങനെ കിട്ടും നമ്മളിത് ചവച്ചിറക്കുമ്പോൾ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രോഗപ്രതിരോധ ശേഷി കൂടും. ഓക്കെ. പിന്നെ നമ്മൾ ഫ്രീ റാഡിക്കൽസ് മൂലം നമ്മുടെ ശരീരത്തിൽ, പ്രത്യേകിച്ച് നമ്മൾ പ്രായമാവുന്നതും നമ്മുടെ ശരീരത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഈ ഫ്രീ റാഡിക്കൽസിൻ്റെ പ്രവർത്തനമാണ്. അപ്പോൾ ഈ ഫ്രീ റാഡിക്കൽസിനെ നിർവീര്യമാക്കുന്നതിനും ഈ ഇതിലടങ്ങിയിരിക്കുന്ന യൂജനോൾ അതുപോലെ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിത് കഴിക്കുന്നത് കൊണ്ട് നമുക്കിങ്ങനെ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് വളരെയേറെ ഗുണം ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആൻറ്റി വൈറലാണ്, ആൻറ്റി ഫംഗലാണ്, ആൻറ്റി മൈക്രോബയലാണ്, ആൻറ്റി ഓക്സിഡൻസ് ഇതെല്ലാം ധാരാളം അടങ്ങി ഇരിക്കുന്നത് കൊണ്ട് നമ്മുടെ വായ്നാറ്റം മാറുന്നതിനും അതുപോലെ ചുമ, തൊണ്ടവേദന തുടങ്ങി ഒത്തിരി നമ്മുടെ ശ്വാസനാളത്തിൽ പിന്നെ അണുബാധ ഇല്ലാതിരിക്കാനും അങ്ങനെ ശ്വസന സംബന്ധമായ ഒത്തിരി പ്രശ്നങ്ങൾ, ഇത് തന്നെ ചുമ, തൊണ്ടവേദന അതുപോലെ തന്നെ ഉള്ള പ്രശ്നങ്ങൾക്കൊക്കെ വായ്നാറ്റം, അതാണ് എടുത്തു പറയാനുള്ളത്. ഇപ്പം നമ്മൾ സാധാരണ ഇപ്പോൾ വായ്നാറ്റം നമ്മളൊരു കറിയാമ്പൊക്കെ എടുത്ത് നമ്മൾ ഇതൊന്നും അറിയാണ്ട് നമ്മൾ ചവയ്ക്കുന്നവരാണ് അധികം പേരും. അപ്പോൾ അങ്ങനെ വളരെ എഫക്റ്റീവാണ് എല്ലാ ദിവസവും നമ്മൾ 2 അല്ലെങ്കിൽ 1 കറിയാമ്പു ചവച്ചിറക്കുന്നതുകൊണ്ട് കിട്ടുന്നത് കേട്ടോ. പിന്നെയുള്ള ഗുണം എന്താണെന്നോ, കരളിനെ സംബന്ധിച്ച് ഇത് കരളിലുള്ള പിന്നെ അണുബാധ, അതായത് കരളിലുണ്ടാവുന്ന വിഷാംശങ്ങളെ നീക്കുന്നതിനും കരളിലേക്കുന്ന ക്ഷതങ്ങൾ അകറ്റുന്നതിനും എല്ലാം ഇത് നല്ലതാണ്. ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. അതുപോലെ ധാരാളം ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിരിക്കുന്നതുകൊണ്ട് കരളിൻ്റെ ആരോഗ്യത്തിന് ഇത് അത്യുത്തമമാണ്. ഓക്കെ. പിന്നെ അടുത്തത് നമ്മുടെ ഉദര സംബന്ധമായ ഒത്തിരി പ്രശ്നങ്ങൾ അല്ലേ, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, അതുപോലെ ഗ്യാസ്, പിന്നെ വയറ് വീർക്കുക, അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ മാറുന്നതിനും കേട്ടോ, വരാതിരിക്കുന്നതിനും നമ്മൾ ഇത് ഗ്രാമ്പു ചവച്ചിറക്കുന്നത് വളരെ നല്ലതാണ്. അതും നിങ്ങൾ ശ്രദ്ധിക്കണേ. പിന്നെ ഉള്ളത് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ, അതുപോലെ ബ്ലഡ് ഷുഗറിലുള്ള നമ്മൾ ഇത് ചവച്ചിറക്കുന്നത് കൊണ്ട് ഇതിലുള്ള വൈറ്റമിൻസും മിനറൽസും എല്ലാം ഈ പഞ്ചസാര നിയന്ത്രിക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഷുഗർ രോഗികൾക്കും ഇത് നമുക്ക് ചെയ്യാം. പിന്നെ കരളിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ കരളിന് പിന്നെ സംബന്ധമായ അസുഖമുള്ളവർ ഇത് ചെയ്യണ്ട കേട്ടോ, അത് പ്രത്യേകം ഓർക്കണേ. ഇപ്പോൾ എന്തെങ്കിലും ഇതിപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണേ, നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ കോമൺ ആയിട്ടുള്ള ആൾക്കാർക്കാണ് അത് നമ്മൾ പോസ്റ്റ് ചെയ്യണത്, അല്ല രോഗികൾക്കല്ല. രോഗികൾക്കാണെങ്കിൽ നമ്മൾ അതങ്ങനെ പറഞ്ഞിട്ട് ചെയ്യുവേ. ഇപ്പം ഇങ്ങനെ കോമൺ ആയിട്ടുള്ളതൊക്കെ വരുമ്പോൾ
പ്രത്യേകം മനസ്സിലാക്കണം. ഇത് എന്തെങ്കിലും രോഗമുള്ളവർ ഇതൊന്നും ചെയ്യരുത് കേട്ടോ. നമ്മൾ വെറുതെ ആരോഗ്യമുള്ള ആൾക്കാർക്കാണ്. ആരോഗ്യം മീൻസ് ഇങ്ങനെ ചെറിയ ചെറിയ ഇപ്പോൾ ഷുഗർ, പ്രഷർ അങ്ങനെയുള്ള ജീവിതശൈലി രോഗങ്ങൾ ഒക്കെ ഉള്ളവർക്കാണ് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ പിന്നെ ഹാർട്ടിൻ്റെ പ്രശ്നമുള്ളവർ അതിൻ്റെ മരുന്ന് കഴിക്കുന്നവർ, അതുപോലെ പിന്നെ കരളിനെ സംബന്ധിച്ച് ലിവറിൻ്റെ പ്രശ്നമുള്ളവർ അതിൻ്റെ മരുന്ന്, വൃക്ക പ്രശ്നം ഇങ്ങനെയുള്ളവർക്കൊന്നും ഇങ്ങനെയുള്ള നമ്മൾ ഈ കോമൺ ആയിട്ട് പറയണമൊന്നും നിങ്ങൾ ദൈവത്തോർത്ത് ട്രൈ ചെയ്യരുത് കേട്ടോ. അതൊന്ന് പറഞ്ഞേക്കണേ. അതുപോലെ ഈ പിന്നെ ഹൃദയാരോഗ്യത്തിനും ഇത് നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലടങ്ങിയിരിക്കുന്ന ഈ യൂജനോൾ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫ്ലമേഷൻ ഇല്ലാതാക്കും കേട്ടോ. ഇൻഫ്ലമേഷനെ തടങ്ങും. അപ്പം മിക്കവാറും ഈ രോഗങ്ങളെല്ലാം ഈ വീക്കം മൂലം, ഇൻഫ്ലമേഷൻ മൂലമാണ് നമുക്ക് വരുന്നത്. അത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒന്നാണ്. അപ്പോൾ ഇൻഫ്ലമേഷനെ തടയുന്നതിന് യൂജനോൾ എന്ന് പറഞ്ഞ ഇതിലടങ്ങിയിരിക്കുന്ന പ്രോപ്പർട്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും, അത് ഹൃദയ സംബന്ധമായ രോഗമുള്ളവർ കഴിക്കണ്ട കേട്ടോ. അല്ലാണ്ട് ഇപ്പോൾ കോമൺ ആയിട്ടുള്ളവരുടെ കാര്യമാണ് ഞാനീ പറയുന്നത് കേട്ടോ. അടുത്തതായിട്ട് ഈ രണ്ടോ ഒന്നോ പിന്നെ ഗ്രാമ്പു ചവച്ചിറക്കുന്നതുകൊണ്ട് ഉണ്ടാവുന്ന ഗുണങ്ങൾ എന്താണെന്നോ, നമ്മുടെ എല്ലുകൾക്ക് പ്രായമാകുമ്പോൾ എല്ലുകളിൽ സാന്ദ്രത, ഡെൻസിറ്റി കുറയുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനെല്ലാം നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. എല്ലാ ദിവസവും നമ്മൾ ഈ 2 ഗ്രാമ്പു ചവച്ചിറക്കിയാൽ. പിന്നെ സന്ധിവേദന, പേശിവേദനയ്ക്കൊക്കെ ആശ്വാസം കിട്ടും കേട്ടോ. കാരണം ഇത് പിന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, ആൻറ്റി മൈക്രോബയലാണ്. അപ്പോൾ ഈ നമ്മുടെ അനാൽജസ്റ്റിക്കാണ്. അപ്പോൾ ഇതെല്ലാം കൊണ്ടും വേദന നമുക്ക് കുറയുന്നതിനും, സന്ധിവേദന, പേശിവേദന അങ്ങനെയുള്ളതെല്ലാം നമുക്ക് നിയന്ത്രിക്കുന്നതിനും ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതൊരു എല്ലാ രോഗത്തിനുള്ള ഒരു മെഡിസിനൊന്നും അല്ല കേട്ടോ. നമ്മൾ റെഗുലറായിട്ട് നമ്മളിതിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നമുക്ക് പിന്നെ സംരക്ഷിക്കാം. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം ഞാനിതൊക്കെ പറയുമ്പോൾ ഓർക്കും, എന്നും ഒരു ഗ്രാമ്പു ചവച്ച് കഴിഞ്ഞാൽ ഇത്രയും നമുക്ക് ഗുണങ്ങളോ എന്ന് നിങ്ങൾ ചിന്തിക്കും. അപ്പം നമ്മൾ റെഗുലറായിട്ട് ഇത് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കിങ്ങനെ ഈ ഗുണങ്ങളൊക്കെ കിട്ടുന്നത്. പിന്നെ നമ്മുടെ പിന്നെ സ്കിന്നിനും ഹെയറിനും എല്ലാം നല്ലതാണ് കേട്ടോ. ഞാൻ ഈ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസും മിനറൽസും അതുപോലെ തന്നെ ഫ്രീ റാഡിക്കൽസിനെ നിർവീര്യമാക്കാനുള്ള കഴിവുമെല്ലാം നമ്മുടെ സ്കിന്നിന് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ മാഗ്നീസ് ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് സ്കിന്നിനും പിന്നെ ഗ്ലോ കിട്ടുന്നതിനും, സ്കിൻ നന്നായിരിക്കുന്നതിനും, ചുളിവുകൾ വീഴാതിരിക്കുന്നതിനും എല്ലാത്തിനും തീർച്ചയായിട്ടും ഇത് നമുക്ക് ഗുണം ചെയ്യും. അപ്പോൾ ഇത് റെഗുലറായിട്ട് നിങ്ങൾ ഇത് ചെയ്യാം. അതിനൊരു പ്രശ്നവുമില്ല കേട്ടോ. ഇനിയിപ്പോൾ പലരും ചോദിക്കും, ഇത് റെഗുലറായിട്ട് കഴിച്ചാൽ പ്രശ്നമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. 1 അല്ലെങ്കിൽ 2 അതിൽ കൂടുതൽ നമ്മൾ ഇത് ഉപയോഗിക്കേണ്ട. അതാണ് ഗ്രാമ്പൂവിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മെറ്റബോളിക് സിൻഡ്രം, അതുപോലെ ലിപ്പിഡ് പ്രൊഫൈൽ, കൂടാതെ വാസ്കുലർ ഹെൽത്ത് എല്ലാം നമുക്ക് നിയന്ത്രിച്ച് നിർത്തുന്നതിന് ഈ ഗ്രാമ്പൂ എല്ലാ ദിവസവും ചവച്ച് അതിൻ്റെ നീരിറക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പം എൻ്റെ ഈ പോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇതൊന്ന് എല്ലാവരും യൂസ് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം പിന്നെ എൻ്റെ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. അപ്പം എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്യണം, ലൈക്ക് ചെയ്യണം. നല്ല എൻ്റെ അടുത്ത വീഡിയോ കിട്ടുള്ളൂ. ഓക്കെ എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.